തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തി. 20-കാരനാണ് ഈ ഒരു സംഭവത്തിൽ പിടിയിലായത്. കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ എബലിനെയാണ് വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകിട്ട് 6 വീടിന് സമീപത്തെ റോഡിൽ നിന്ന് എബലിനെ കാണാതായത്. താനിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് എബൽ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് പുതിയ വിവരങ്ങൾ? ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് മാളയ്ക്ക് സമീപമുള്ള കുഴൂരിലാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ 6:30 കാണാതാവുന്നത്. കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകനാണ് ഈ മരിച്ച ഏബൽ. ഈ 6 വയസ്സ് മാത്രമേ ഉള്ളൂ. UKG വിദ്യാർത്ഥി കൂടിയാണ്. താനിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ഈ മരിച്ച 6 വയസ്സുകാരൻ അബേൽ. ഏതാണ്ട് 6:30 ഈ കുട്ടിയെ കാണാതായിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പള്ള പാടശേഖരത്തിന് സമീപമുള്ള ഈ റോഡിന്റെ ഭാഗത്തു നിന്നാണ് അവസാനമായി കുട്ടിയെ കണ്ടിട്ടുള്ളത്. ഇത് പിന്നീട് കാണാതാവുകയാണ് ചെയ്തത്. ഇതിനുശേഷം നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിലെല്ലാം തന്നെ ഈ പ്രദേശത്ത് നടത്തിയിരുന്നു. പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് അതോടൊപ്പം തന്നെ ചില ആളുകളുമായി സംശയങ്ങളും ഉണ്ടായിരുന്നു ഈ കാണാതായതുമായി ബന്ധപ്പെട്ട്. അതിൽ ഈ CCTV ദൃശ്യങ്ങളിലടക്കം തന്നെ ഉള്ള ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നീട് 20 വയസ്സുകാരനാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. കൊന്നു കുളത്തിൽ തള്ളുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. പോലീസ് എന്തായാലും ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 20 വയസ്സുകാരൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. പക്ഷേ ഇത് സംബന്ധിച്ച് എന്താണ് എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പുറത്തു പറയുന്നില്ല. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമാകുന്നത്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് 20 വയസ്സുള്ള ഒരു ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ചില കേസുകളിൽ. അത് ജുവനൈൽ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ ദാരുണമായിട്ടുള്ളൊരു സംഭവം മാളയിൽ ഉണ്ടായിരിക്കുകയാണ്. 6 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:00 കാണാതായ കുട്ടിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മിഥുൻ, ഒരു നാടിനെ ഒന്നാകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നത്? ഇത് സംബന്ധിച്ച് ഈ ആദ്യഘട്ടത്തിൽ 6:30 തന്നെ ഈ കുട്ടിയെ കാണാതായതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നാണ് തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ സംഭവങ്ങളിൽ നിന്നൊക്കെ ആദ്യം തന്നെയാണ് അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം ഉള്ളത്. ഇപ്പോൾ മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആണ് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൂടുതൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക്, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ അത് നാളെ അത്തരം നടപടിയിലേക്ക് നീങ്ങും. ഇപ്പോൾ പ്രാഥമികമായി ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. എന്തുകൊണ്ട് കൊലപ്പെടുത്തി, ഇത്തരത്തിൽ ഈ പിഞ്ചു ബാലനോട് എന്തുകൊണ്ട് ഇത്തരം ക്രൂരത്തിലേക്ക് എത്തപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പ്രാധാന്യം പോലീസ് നൽകുന്നത്. നാട്ടുകാരെല്ലാം തന്നെ ഇതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഒരു 6 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ അവസ്ഥ ചില CCTV ദൃശ്യങ്ങളിലടക്കം ഈ കുട്ടി ഓടുന്നതും ഈ കുട്ടിക്കൊപ്പം ഈ കുട്ടി ഓടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. ഇപ്പോൾ കൊലപാതകം എന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതും. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.